എന്താണ് ഇത്? ഇതാ ഇത് നമുക്കുള്ള ശാപ്പാട്. എന്താ വേണ്ടേ? അതല്ല ഈ നാറ്റം. നാറ്റോ? എവിടെ? ഹായ്, ഇത് നാറ്റല്ല, നല്ല മണല്ലേ, ഉണക്കമീൻ പൊരിക്കുന്ന മണം. താഴേന്നാ. എടോ, ആ പെണ്ണ് മനഃപൂർവ്വം ചെയ്യുന്ന എന്നെ ഉപദ്രവിക്കാൻ. താൻ പോയെന്ന് ചോദിച്ചേ. ചോദിച്ചിട്ട് തന്നില്ലെങ്കിൽ അത് നാണക്കേടല്ലേ സ്വാമി? തന്നോട് അവിടെ പോയി ഞണ്ണാൻ ചോദിക്കാനല്ല പറഞ്ഞത്. ഞാന് ഒരു ബ്രാഹ്മണൻ അവിടെ താമസിക്കുന്ന. ഈ ജാതി മണമൊന്നും ഇങ്ങോട്ട് വരാൻ പാടില്ല. അതിന് മണത്തിനോട് പോയി പറയാൻ പറ്റുമോ? മണമേ, ഇവിടെ ഒരു ബ്രാഹ്മണൻ താമസിക്കുന്നുണ്ട്, അതുകൊണ്ട് നീ ഇങ്ങോട്ട് വരരുത്, അങ്ങോട്ട് പോകുന്നു. തന്നോട് ഞാൻ പറയുന്നത്. സ്വാമിക്ക് ഈ മണം പിടിക്കില്ലെങ്കിലേ സ്വാമി ജനലും വാതിലൊക്കെ അടച്ചിട്ട് ഇവിടെ ഇരിക്കും. അല്ലാതെ വെറുതെ എന്തിനാ അവരായിട്ട് വഴക്കുണ്ടാക്കണേ? വാ, നമുക്ക് ആഹാരം കഴിക്കാം. അന്ന് ഞാൻ പറഞ്ഞില്ലേ സ്വാമിക്ക് ഈ പണി പറ്റില്ല എന്ന്. എന്തെന്ന് പറഞ്ഞിട്ട് കമ്പനി നമ്മളെ ഇങ്ങോട്ട് അയച്ചത് ഇവിടെയുള്ളവരുടെയൊക്കെ സ്നേഹം സമ്പാദിക്കാനായിട്ട്. എന്നിട്ടിപ്പോ ഒരു പെണ്ണ് സ്നേഹിക്കാൻ വന്നിട്ട് അത് സമ്പാദിക്കാൻ സ്വാമിക്ക് പറ്റുന്നുണ്ടോ? മതിയടോ വിളമ്പിയത്. എന്തേ സ്വാമിക്ക് വേണ്ടേ? അല്ല, ഉപദേശം വിളമ്പിയത് മതിയെന്ന്. താഴെ എടുത്തു വെച്ചേ. ആ, ഇത് സ്വാമിയുടെ കറി, ഇത് എന്റെ കറി. അത് തനിക്കൊരു കറി, എനിക്കൊരു കറി. സ്വാമിക്ക് സാമ്പാറ്, പുളിശ്ശേരി, എലിശ്ശേരി, പപ്പടം. എനിക്ക് ചിക്കൻ കറി. എന്ത് ചിക്കൻ കറി? ചിക്കൻ കറിയാ? ആ. എണിക്കണോ? എന്താ എണിക്കണോ? എന്തിന്? തന്നോട് ആരാ പറഞ്ഞ കണ്ട ജന്തുക്കളെ കൊന്നതും വേവിച്ചതും ഒക്കെ വാങ്ങിച്ചോണ്ട് ഇതിനകത്ത് വരാൻ? സ്വാമി ഇത് എനിക്ക് തിന്നാൻ വേണ്ടി ശവം തിന്ന് വിശപ്പടക്കണ്ട. കൊണ്ടുകളയാണോ? എന്ത് കൊണ്ടുകളയാൻ? എങ്ങനെ? എന്തെന്നാണ്? പിടിച്ചു വലിക്കരുത് സ്വാമി, ഞാൻ പറയട്ടെ. ഞാൻ പറഞ്ഞു കളയണോ? കുളിമുറി. കുളിമുറി ഇവിടെ. കുളിമുറി. ഈ വീട്ടിലൊരു സ്ഥാനം കളയാൻ പോലും സ്ഥലമല്ലേ ഞാൻ പറഞ്ഞത്. എവിടേക്ക്? ഞാൻ ചോറിനിട്ട് വരാന്ന്. ഞാൻ പിടിച്ചു വലിക്കരുതെന്ന് പറഞ്ഞു. എവിടേക്ക് വലിക്കലെന്നെ? സ്വാമി, ഞാൻ പറയണത് കേക്ക്. ഇത് ഞാൻ കൊതി കൊണ്ട് മേടിച്ചതാ. ഇന്നത്തോടെ ലാസ്റ്റ്. ഇനി ഞാൻ മേടിക്കില്ല. സ്വാമിയാണ് സത്യം. മതിയടോ, കുറെ നാളായില്ലേ പട്ടി തിന്നാൻ തുടങ്ങിയിട്ട്. ഇനിയെങ്കിലും മനുഷ്യന് തിന്ന് ജീവിക്ക്. അതെ, ഇതൊരു ചിക്കൻ കറിയാണ്. ഇതൊന്നും ഞാൻ കഴിക്കില്ല, ഈ ആളും കഴിക്കില്ല. ഞാൻ കഴിക്കില്ല എന്നാരാ പറയണ? നിങ്ങൾ എടുത്തോ. ഞാൻ വിടില്ല. പോയി. അയ്യോ, ഉണ്ണി ഉണ്ണി, എന്താമ്മേ ദേ നോക്കിയേ, നിനക്ക് വേണ്ടി സ്വാമി മേടിച്ചോണ്ട് വന്നിരിക്കുന്നത് എന്താന്ന്? ചിക്കൻ കറി. ഇയാളെ കോളനിക്കാരൊന്നും കൊല്ലേണ്ടി വരില്ല. സാമ്പാറിൽ വിഷം കലക്കി ഞാൻ തന്നെ കൊല്ലും. നോക്കിക്കോ ജോസഫേ. ഇയാൾക്ക് എന്താ ഭ്രാന്ത് പിടിച്ച? ഞാൻ ദേ വരുന്നു സ്വാമി. എന്താ? മനുഷ്യൻ തിന്നണതൊക്കെ പട്ടി തിന്നു, പട്ടി തിന്നണതൊക്കെ മനുഷ്യൻ തിന്നു. സമാധാനമില്ല. തിന്നോ തൈരും സാമ്പാറും പപ്പടവും. വിശപ്പ് കൂടുതലെങ്കിൽ സാമിനും കൂടി തിന്നണ നായിന്റെ പോലെ. ഇതാണ് പോട്ടെ. താരെന്തോടെ കിടന്ന് കുരയ്ക്കുന്നത്? എടോ, ഒരു നേരം ഭക്ഷണം കഴിച്ചില്ല എന്ന് വെച്ചാൽ ആരും മരിച്ചൊന്നും പോവില്ലടോ. തകർന്ന് ഉറങ്ങാമോ? ഉറങ്ങണ്ടെന്ന് ഞാൻ തീരുമാനിച്ചോളൂ കേട്ടോ. എവിടെ പോയി? എന്താ? അതെ, ചോറ് ഇരിപ്പുണ്ടോ? കുറച്ച് ചോറ് എടുക്കാൻ. അയ്യോ ഇല്ലല്ലോ, ഇന്ന് നിങ്ങളുടെ ചിക്കൻ കറി കിട്ടിയത് കൊണ്ട് ചോറ് ഞങ്ങൾക്കും കൂടി തരുന്നില്ല. ആണോ? അപ്പൊ കഞ്ഞിവെള്ളം ഉണ്ടാവൂലോ, അതായാലും മതി. അതും ഇല്ലല്ലോ, പശുവിന്റെ പാത്രത്തിൽ ഒഴിച്ചു പോയി. അതിപ്പോ പശു കുടിച്ചിട്ടുണ്ടാവോ? പിന്നെ ഒഴിക്കേണ്ട താമസം, അപ്പൊ തന്നെ അത് കുടിച്ചു കാണും. എന്താ? ഏയ് ഒന്നുമില്ല. ചോറ് മേടിച്ചോണ്ട് വന്നത് മുഴുവൻ ആ പട്ടി തിന്നു. അയ്യോ, എന്തിനാ വെറുതെ സ്വാമിയെ പട്ടിന്നൊക്കെ വിളിക്കണേ? അത് പട്ടിയല്ലല്ലോ, പശു അല്ലേ. ഇത് ശരിക്കും പട്ടി. അയ്യോ, എന്നിട്ടെന്താ? കിടന്ന് തുറക്കം വരണ്ടേ? എന്റെ വയറ് കത്തിയാണ്. അതെ, അല്ലെങ്കിൽ കുട്ടിക്കൊരു സഹായം ചെയ്തു തരാൻ പറ്റുമോ? എന്താ? ഒരു പാട്ട് പാടി തരാൻ പറ്റുമോ? ഒരു താരാട്ട് പാട്ട്. അതും കേട്ട് കിടന്ന് ഉറങ്ങാലോന്ന് വെച്ചിട്ടാ. ജോസഫേ, എന്തോടത്? കേട്ടൂടെ പാട്ട്? ഒരു നേരം പാട്ട് കേട്ടൂന്ന് വെച്ച് ചത്തൊന്നും പോവില്ല സ്വാമി. കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഇത് പാട്ടല്ല, ഇതിന്റെ പേര് വേറെയാ. അല്ലെങ്കിൽ തന്നെ മനുഷ്യൻ ഇവിടെ വിശന്നിട്ട് കിടക്കാൻ പറ്റുന്നില്ല. അതിനിടെ അവിടെ ഒടുക്കത്തെ ഒരു പാട്ടും. ഇവിടെ ഞങ്ങൾ മനുഷ്യരാ താമസിക്കുന്നത്, അല്ലാതെ മൃഗങ്ങളൊന്നും അല്ല. ഒരെല്ലാം അറിയിച്ചിട്ട് ഇറങ്ങിയിരിക്കുന്നു. എന്താ സ്വാമി? എന്താ പ്രശ്നം?
അതെ, ഈ രാത്രി കിടക്കാൻ പോകുമ്പോഴാണ് ഇങ്ങനത്തെ പാട്ടൊക്കെ പാടുന്നത്. ആഹാ, അത്രേ ഉള്ളോ? എടി ഉണ്ണി, നീ എങ്ങനത്തെ പാട്ടാ പാടിയേ? ഒരു നല്ല പാട്ടങ്ങോട്ട് പാടിക്കൊടുത്തേ, സ്വാമി അത് കേട്ട് കിടന്നുറങ്ങട്ടെ. ഇപ്പൊ പാട് സ്വാമി. ഈ സ്വാമി എന്തായി കാണിക്കണേ? കാലത്ത് എഴുന്നേറ്റ് ഡ്രോയിങ് പഠിക്കണ? ഓഫ് ഒന്നും ചെയ്തില്ല, ഇത്തിരി ഒച്ച കുറച്ചേ ഉള്ളൂ. ദൈവത്തിനാണെങ്കിലും കിടക്കപ്പുറത്ത് കൊടുക്കണ്ടേ? കാലത്ത് എഴുന്നേറ്റ സുപ്രഭാതം വെക്കണേ, ഉച്ചയായിട്ട് പോരെ? അയ്യോ ചേടാ, മനുഷ്യന് കാലെടുത്ത് കുത്താൻ നിവൃത്തിയില്ലാത്ത വിധത്തിലാണല്ലോ ഈ സ്വാമി ഇവിടെ ഗ്രില്ല് വരച്ച് വെച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ മനുഷ്യൻ നടക്കണ്ടേ? വേണ്ട, ചവിട്ടണ്ട. ഇതല്ല, ഇതിനപ്പുറം ചാടി കടന്നവനാണീ KK ജോസ്. അയ്യോ എന്റെ ദൈവമേ, എവിടുന്നാ വന്നേ? എന്തോന്നാണോ ഇത്? താനിത് പൊളിക്കുമല്ലോ. ഇത്ര സ്പീഡിലാണോ ഇറങ്ങി വരുന്നേ? അതെ, ഇന്നലെ രാത്രി ആഹാരമൊന്നും കഴിച്ചില്ല, അതുകൊണ്ട് ഇറങ്ങിയപ്പോ ഇത്തിരി സ്പീഡ് കൂടിപ്പോയി. എന്താ പേടിച്ചാ? എഴുന്നേറ്റ് പോണോ അവിടുന്ന്? എഴുന്നേറ്റ് പോയിക്കോളാം. ഈ തലയുടെ മരവിപ്പൊന്ന് മാറട്ടെ. കുട്ടി, ഇത്തിരി പേസ്റ്റ് എടുത്തു വരൂ. മോളിൽ പോയിട്ട് എടുത്തുകൊണ്ടുവരാനുള്ള ശക്തി ഇല്ലാത്തോണ്ടാ. പേസ്റ്റ് അല്ലേ മുഖത്തിരിക്കണത്? എവിടെ? ദേഹിരിക്കണ ആണോ? അപ്പൊ ഞാൻ ഇതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തോളാം. ഇവിടെ ഇരിക്കല്ലേ? ദൈവമേ. ജോസഫേ, ജോസഫേ, വാടോ. ഇങ്ങോട്ട് വാടോ, വന്നൊന്ന് ഊതാൻ. ഒന്നിങ്ങോട്ട് വരാൻ. ഈ സ്വാമിയാണ് കൊള്ളാലോ. വന്ന് 10 മിനിറ്റ് ആയിട്ടില്ല, അതിനു മുമ്പ് എന്താ അത്ര മയ്യാളി കാണിക്കണേ? ആരെങ്കിലും വന്ന് കണ്ടിരുന്നെങ്കിൽ എന്തായിരുന്നു സ്ഥിതി? ഞാൻ ഏതുകൊണ്ട് ഓക്കെ, വേറെ വല്ലതാണെങ്കിലും. അയ്യേ, നീയോ? നീ എന്തിനോട് വന്നു? അതുകൊള്ള കിടന്ന് വിളിച്ചു കൂവിട്ട് ഇപ്പൊ സഹായിക്കാൻ വന്നതായോ കുറ്റം? സഹായിക്കാൻ തന്നെ ആരാ വിളിച്ചത്? ഞാൻ ജോസഫിനല്ലേ വിളിച്ചത്. അയ്യേ, ഈ വാതിലാരാ അടച്ചത്? ഇങ്ങോട്ടിറങ്ങാൻ, ഇങ്ങോട്ടിറങ്ങാൻ, ഇങ്ങോട്ടിറങ്ങാൻ. എടോ, താൻ ഇവിടെ എന്ത് നോക്കി നിൽക്കായിരുന്നു? കുഴപ്പമില്ലേ? കുഴപ്പമില്ലെന്നോ? കുഴപ്പമില്ല. എന്ത് കുഴപ്പമില്ലെന്ന്? എടോ, ഈ പെണ്ണ് ആരുമില്ലാത്ത തക്കം നോക്കി അകത്ത് കയറി കഥ അടച്ചു. ദേ, അനാവശ്യം പറയരുത്. അങ്ങനെ തക്കം നോക്കി വന്ന് കയറുതൊന്നുമില്ല. സ്വാമി വിളിച്ചാ ഞാൻ വന്നത്. കുഴപ്പമില്ല, ഈ പ്രായത്തൊക്കെ ഉണ്ടാവും. എന്ത് കുഴപ്പമില്ലെന്ന്? കൺമഷി കൺമഷി കൺമഷി. ഓടോ, അവളാ വന്നത്, സത്യം. അവളാ കയറി കഥ അടച്ചത്. കഥ കടച്ചത് അവളല്ല, ഞാനാ. ആരും വന്ന് കാണാന്ന് കരുതി ഞാൻ ബുദ്ധിപൂർവ്വം അടച്ചതല്ലേ. എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? കൽക്കട്ട തനിക്ക് എന്തായിരുന്നു പണി? താനിവിടെ വന്ന എന്റെ അസിസ്റ്റന്റ് വിളിക്കാതെ മാമ പിടിക്കോ? വൃത്തിയോട് പറയരുത്. തനിക്ക് വൃത്തിയോട് കാണിക്കല്ലേ? വൃത്തിയോട് എനിക്ക് ഞാനല്ല, സ്വാമിയല്ലേ. അത് മറ്റുള്ളവർ കാണാന്ന് കരുതി ഞാൻ കഥ അടച്ച് കുത്തിയിട്ടു. അതെന്താ വലിയ കുറ്റം? എന്ത് കേട്ടതാ? എന്ത് കണ്ടു? ഉമ്മൂച്ച് കളിക്കുക. അയ്യേ, മര്യാദക്കാണെങ്കിൽ മര്യാദക്ക്, ഇല്ലെങ്കിൽ ഞാൻ മഹാ ചീത്ത. അതെനിക്കറിയാടോ താൻ ചീത്തയാണെന്ന്. പക്ഷെ ഇത്രയും ചീത്തയാണെന്ന് എനിക്ക് ഇപ്പോഴാണോ മനസ്സിലായത്? പിന്നെ ഞാൻ ചീത്തയാണെങ്കിൽ എന്നെയാണ് പറഞ്ഞു വിട്ടേക്ക്. ഞാൻ ബംഗാളിലേക്ക് പോകണം. വെറുതെ എന്തിനാ എന്റെ കൂടെ കൂടിയിട്ട് നല്ല മാണിക്കം പോലെ ഒരു സ്വാമിയും കൂടി ചീത്തയാവണേ? ഓ, അത് ശരി. തന്നെ ഇവിടുന്ന് ഞാൻ പറഞ്ഞു വിടണം, അതിനുള്ള അടവാണല്ലേ? പറഞ്ഞുവിടാം, പറഞ്ഞുവിടാം. മതി. ഇടോ, ചത്താലും ശരി, തന്നെ ഇവിടുന്ന് ഞാൻ പറഞ്ഞു വിടില്ല. അങ്ങനെ താൻ രക്ഷപ്പെടണോ KK ജോസഫേ? അപ്പോഴേ എന്താ എന്താ? രണ്ടാളും ഒന്ന് ഇങ്ങോട്ട് ഇറങ്ങി വന്നേ. എന്തിനാ? എനിക്കിവിടേക്ക് ഒന്ന് തൂത്തു വാരണം. തൂത്തുവാരാ? മനസ്സിലായടോ? തൂത്തുവായിരിക്കും കുട്ടി. അയ്യേ അയ്യേ അയ്യേ, എന്തേ കാണിക്കുന്നേ? ഇവിടെ വെള്ളപ്പൊക്കമൊന്നുമില്ല. അഴിച്ചിട്ടേ, അഴിച്ചിടാ. ഇതെന്ത് പാടാ? എനിക്ക് തൂത്തു വാരണ്ടേ? തൂത്ത് വരുന്ന ചൂട് കൊണ്ടല്ലേ, അല്ലാതെ കാലം കൊണ്ടല്ലോ. ഇങ്ങനെ ഞാൻ തൂത്ത് വരിക്കണം. പെണ്ണു പോയെ.
അയ്യേ ഈ സ്വാമി എന്താ ഇങ്ങനെ മനുഷ്യരെ കാണാത്ത പോലെ? കണ്ടിട്ടില്ല, അതുകൊണ്ട് തന്നെ എന്ന് വെച്ച് ഇവിടെ കൊണ്ടുവന്ന് കാണാത്ത ഒന്നും എന്നെ കാണിക്കണ്ട. ആ ചൂലിങ്ങി തന്നേര് സ്വാമി, ഞാൻ തൂത്തോളാന്നേ. കുട്ടി എന്തിനാ നിർബന്ധിക്കണേ? സ്വാമിക്ക് പുതിയായിട്ടല്ലേ, സ്വാമി തൂത്തോട്ടെ. അത് ശരി. ആഹാ, ഇത് പിടിച്ചേ. പിടിക്കണോ? എന്താ? അടിച്ചു വാരാൻ. ഇങ്ങോട്ട് വന്നേ. ഒരു പണി എടുക്കാൻ സമ്മതിക്കില്ല. എന്താ 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 തന്നെ ആരോടെ വിളിച്ചു? പോയി നോക്കണോ? ഇങ്ങോട്ട് വന്നേ, ഇങ്ങോട്ട് വെക്കാൻ. ഇത് ആണുങ്ങൾ മാത്രം താമസിക്കുന്ന വിടാ. നിന്റെ കൈയും കാലും ക്യാമറയും കാണാനൊന്നുമല്ല ഞങ്ങൾ ഇവിടെ താമസിക്കുന്നത്. മേലാൽ ഇത്തരം വേഷം കെട്ടി ഗോടിപ്പൊടി കയറി പോരുന്നത്.